ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഫസ്റ്റ് വൺ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ. രണ്ടാമത് ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത് ഐഡൻറ്റിറ്റി കാർഡ്. നാലാമത് എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. മെമ്പർമാരെ എങ്ങനെയാണ് നമ്മൾ എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് എ മെമ്പർ. ഒരു മെമ്പറുടെ ഡെത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ഒന്നാമത് മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്, പിന്നെ ഐഡൻറ്റിറ്റി കാർഡ്, എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് എ മെമ്പർ. ഇനി അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആരുടെ അസോസിയേഷനാണ്? ഷെയർ ഹോൾഡർമാരുടെ അസോസിയേഷനാണ് അല്ലേ. മെമ്പേഴ്സ് ആർ റിയൽ ഓണേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ മെമ്പർമാർ ആരാണ്? ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ റിയൽ ഓണേഴ്സാണ് ആരെ കണക്കാക്കുന്നത്? നമ്മൾ മെമ്പർമാരെ കണക്കാക്കുന്നത്. ഓക്കെ. ദ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. സോ അതിനർത്ഥം എന്ന് പറയുന്നതാണ്, ഇറ്റ് ഡസ് നോട്ട് മീൻ ദ എനിബഡി ക്യാൻ ജോയിൻ എ സൊസൈറ്റി അറ്റ് എനി ടൈം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് എന്താണ് കയറി ചേരുക എന്നുള്ള അർത്ഥമാക്കുന്നില്ല. അതിനെന്താണ് കുറച്ച് ക്വാളിഫിക്കേഷനും ഇൻഡിവിജ്വൽ ഡിസ്ക്വാളിഫിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മൾ മെമ്പറായി അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 16 പ്രകാരം എന്താ ഡീൽ ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറെ ആരാക്കണം അല്ലെങ്കിൽ ആരാകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് നോക്ക്, ദി സെക്ഷൻ 16 സ്പെസിഫൈ ഹു ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അല്ല, ആർക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 16 പറയുന്നത് ദ മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ദി ഫോളോവിങ് കാറ്റഗറി. അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആരൊക്കെ നോക്ക്. ഒന്നാമത് ആൻ ഇൻഡിവിജ്വൽ ആണ് അല്ലേ. ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ദെൻ രണ്ടാമതായിട്ട് നോക്ക്, എനി അതർ സൊസൈറ്റി. ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ തന്നെ മറ്റൊരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ധാരാളം പ്രൈമറി സൊസൈറ്റികളെ കുറിച്ചും അതുപോലെ സെൻട്രൽ സൊസൈറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഒരു ലെവലിലുള്ള സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു സൊസൈറ്റിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇനി അതർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇനി പ്രാദേശിക ഗവൺമെൻറ് അല്ലെ, ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെയുള്ള ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതാത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രവർത്തന പരിധിയിലുള്ള സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. പിന്നെ ഏതാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് കുറച്ച് അതുപോലെ മറ്റൊന്ന് പറയുന്നതാണ്, എനി ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ് ബൈ ദി ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയുടെ കൂട്ടത്തിനോ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ. ആരൊക്കെയാണ് അപ്പോൾ? ഇൻഡിവിജ്വൽ ഉണ്ട്, ഇനി അതർ സൊസൈറ്റി ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ ആരുണ്ട്? എനിബഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഒരു കൂട്ടത്തെ അല്ലേ. ഇത് നമുക്ക് എന്ത് കൊടുക്കാം? മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ളതാണ്. എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ്? ഹവർ ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഇൻ ദി ഫോളോവിങ് കേസസ്. അപ്പോൾ ചില കേസുകളിൽ നമ്മളെന്താണ്? മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
ഇനി ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കാത്തത് എന്നുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ നോക്ക്, എ സൊസൈറ്റി ഫോംഡ് ഫോർ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. മെമ്പർമാരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള സൊസൈറ്റികൾ രൂപീകരിക്കുന്നതാണ്. ഓക്കെ, ഫോംഡ് ഫോർ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എ സൊസൈറ്റി ഫോർ ബെനിഫിറ്റ് ഫോർ പേഴ്സൺ എൻഗേജ് ഇൻ എനി അതർ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. മറ്റൊരു ഇൻഡസ്ട്രിയിൽ എൻഗേജ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി സൊസൈറ്റി രൂപീകരിക്കുകയാണെങ്കിൽ അതിലെ മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമതായി പറയുന്നത് എ സൊസൈറ്റി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് കോഫി ബോർഡ്, റബ്ബർ ബോർഡ് തുടങ്ങിയവയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയിലെ നമ്മളിതുണ്ട് മെമ്പർഷിപ്പുകൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇങ്ങനെ എ ഡിസിഷൻ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ദി മെമ്പർഷിപ്പ് ഷാൾ ബി ടേക്കൺ ബിറ്റ്വീൻ 2 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇത് അലോ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈം. അപ്പോൾ ഇത് കൃത്യസമയത്തിനുള്ളിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സമയത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രജിസ്ട്രാർ ഷാൾ ബൗണ്ട് എ റിട്ടൺ റിക്വസ്റ്റ് ടു അപ്ലിക്കൻ ടു ഡിറ്റർമിൻ വെദർ സച്ച് മെമ്പർഷിപ്പ് ഇസ് ഗിവൺ ഓർ നോട്ട്. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, റിട്ടൺ റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഇത്രയാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇവിടെ സെക്ഷൻ 16 റൂൾ 16 and 17 ലേസ് ഡൗൺ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. അപ്പോൾ സെക്ഷൻ 16 റൂൾ 16 and 17 ഉൾക്കൊള്ളുന്നതാണ് ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായി പറയുന്നത് എന്താണ്, ഹി മസ്റ്റ് അറ്റൈൻ ദി ഏജ് ഓഫ് 18 years. അപ്പോൾ അദ്ദേഹം ആരായിരിക്കണം, 18 വയസ്സ് പൂർത്തീകരിക്കണം. ആൻഡ് നോട്ട് സ്റ്റുഡൻസ് ആർ എക്സംപ്റ്റഡ്. അത് നമ്മൾ ആരോട് ഒഴിവാക്കിയിട്ടുണ്ട്, സ്റ്റുഡൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമതായി പറഞ്ഞ ആരാണ്, ഹി ഷുഡ് നോട്ട് ബി അൺസൗണ്ട് മൈൻഡ്. അദ്ദേഹം എന്താവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആവാൻ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരമില്ലാത്ത ആളാവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഏതാ നോക്ക്, ഹി ഷുഡ് ബി എ റെസിഡൻറ്റ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിലുള്ള താമസിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഏതാണ്, ഹി ഷുഡ് നോട്ട് ബി എ ഇൻസോൾവെൻറ്റ്. ഒരു പാപ്പറായ വ്യക്തിയെയും എന്താക്കാൻ പാടില്ല, മെമ്പറാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ അതുപോലെ നോക്ക്, ഹി ഷുഡ് നോട്ട് ബി സെൻറ്റൻസസ് ഫോർ ഒഫൻസ് അല്ലേ. കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചുള്ള വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ എന്താവില്ല, മെമ്പറാക്കില്ല എന്നതാണ്. ദിസ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഒരു 4 വർഷത്തെ കാലാവധി നമുക്ക് പറയുന്നുണ്ട്. ആ 4 വർഷത്തെ ശിക്ഷ അനുഭവിച്ച് 4 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതുപോലെ ലാസ്റ്റ് വൺ, ഹി ഷുഡ് നോട്ട് ബി എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ എന്താവാൻ പാടില്ല, മെമ്പർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ പെയ്ഡ് എംപ്ലോയി ആവാനെങ്കിൽ ജീവനക്കാരനാവാൻ പാടില്ല. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനാണ് ആർക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്, ഒരു ഇൻഡിവിജ്വലിന് നൽകിയിട്ടുള്ളതെന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഐഡൻറ്റിറ്റി കാർഡ്. നമുക്ക് എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും അല്ലേ. എന്തിനാണ്, തിരിച്ചറിയൽ കാർഡാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള മെമ്പർക്ക് എന്തുണ്ടായിരിക്കണം, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയായിരിക്കും, തിരിച്ചറിയാനാണ് അല്ലേ. അദ്ദേഹം മെമ്പറാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിക്കുന്നത്. സോ ദ റൂൾ 16A ഡീൽസ് വിത്ത് ദി ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ റൂള് 16A എന്തുമായി ബന്ധപ്പെട്ടാണ്, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഇഷ്യൂഡ് എ ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാളെ നമ്മൾ മെമ്പറായി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സൊസൈറ്റി ഷാൾ ബി ഇഷ്യൂഡ് എ ഐഡൻറ്റിറ്റി കാർഡ് ടു ദി മെമ്പർ. അപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മെമ്പർക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്, ഒരു ഐഡൻറ്റിറ്റി കാർഡ് നൽകണം. ഏത് സൊസൈറ്റിയിലാണ്, മെമ്പർ ഐ ഡി എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, മെമ്പർമാർക്ക് കൊടുക്കണം. ദെൻ ഇറ്റ് ഈസ് എ കൺക്ലൂസീവ് എവിഡൻസ് ടു പ്രൂവ് ഹിസ് മെമ്പർഷിപ്പ് ഇൻ ദി സൊസൈറ്റി അല്ലേ.
അപ്പോൾ ഈ ഒരു ഐഡൻറ്റി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തെളിവാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളവിടെ മെമ്പറാണെന്ന് തെളിയിക്കാനുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്ത് ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റി കാർഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, ദ മെമ്പർ ഷാൾ ഫർണിഷ് 2 കോപ്പീസ് ഓഫ് ഫോട്ടോഗ്രാഫ് ടു ദി സൊസൈറ്റി. അപ്പോൾ മെമ്പറായി നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ എന്ത് ചെയ്യണം, സൊസൈറ്റിയിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ദ കോപ്പീസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഷാൾ ബി അറ്റസ്റ്റഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫിൽ എന്ത് ചെയ്യണം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ദ സൊസൈറ്റി ഷാൾ ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് വിത്തിൻ പീരീഡ് ഓഫ് 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഫോട്ടോഗ്രാഫ്. അങ്ങനെ ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 15 ദിവസത്തിനുള്ളിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി കാർഡ് ആർക്ക് കൊടുക്കേണ്ടതുണ്ട്, മെമ്പർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്നാണോ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞത് ആ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മെമ്പർക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ആയിട്ട് ദി ഐഡൻറ്റി കാർഡ് ഷാൾ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി ടു ദി മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ആപ്ലിക്കേഷൻ കൊടുത്തു 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ ഐഡൻറ്റി കാർഡ് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, ഷാൾ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി ടു ദി മെമ്പർമാർക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് തന്നെ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൻ ടു എനി അതർ പേഴ്സൺ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റി കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല അല്ലേ, അത് കൊടുക്കൊണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യില്ല, ഐഡൻറ്റി കാർഡ് മറ്റുള്ള വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. ഇഫ് എ മെമ്പർ ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ദി ഐഡൻറ്റി കാർഡ് ഹിസ് ദി സ്പെസിഫൈഡ് ടൈം. അപ്പോൾ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹി മേ അപ്ലൈ ലേറ്റർ ടു ദി ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അവരെ സമീപിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദി ഐഡൻറ്റി കാർഡ് ഇഫ് ഐഡൻറ്റി കാർഡ് ഇഷ്യൂഡ് ടു എ മെമ്പർ ഹാസ് ബീൻ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയ്ഡ് ഓർ ഡാമേജ്ഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നഷ്ടമാവുകയോ കേടുവരികയോ അല്ലെങ്കിൽ തകരുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ഓൺ ദി ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് ഫാക്ട്നെസ് അല്ലേ. അപ്പോൾ കോമ്പീറ്റൻറ്റ് ഓഫീസർ ഷുഡ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ദി കറക്റ്റ്നെസ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അത് കേട് വന്നു എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഇതിൽ തെളിവ് വേണം, അല്ലെങ്കിൽ നഷ്ടമായതിൻ്റെ തെളിവുകൾ വേണം. അപ്പോൾ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഓഫീസർ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റി കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യും. സോ ഇഫ് ദി ഒറിജിനൽ ഓഫ് ആൻ ഐഡൻറ്റി കാർഡ് ഡിസ്ട്രോയ്ഡ് ഫോർ വിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വാസ് ഇഷ്യൂഡ് ആസ് ബീൻ റിക്കവർഡ് ലേറ്റർ. അപ്പോൾ നമ്മൾ ഒറിജിനൽ നഷ്ടപ്പെടുകയും ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുകയും ചെയ്തു അല്ലേ. എന്നാൽ ഒരു പക്ഷേ നമുക്ക് എന്താണ്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു ഐഡൻറ്റി കാർഡ് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി സറണ്ടർഡ് ടു ദി സൊസൈറ്റി. അപ്പോൾ നമ്മൾ ലഭിച്ചിട്ടുള്ള ആ ഐഡൻറ്റി കാർഡ് എന്ത് ചെയ്യണം, അത് കോപ്പറേറ്റ് സൊസൈറ്റി തന്നെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒത്തിരിയാണ് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റി കാർഡ്. എങ്ങനെയാണ് ഐഡൻറ്റി കാർഡ്, അല്ലെങ്കിൽ 4 മാർക്കിന് അല്ലെങ്കിൽ ഒരു 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഐഡൻറ്റി കാർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിൽ അടുത്തെടുക്കാത്തതാണ് എക്സ്പൾഷൻ ആണ്. എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. മെമ്പർമാരെ നമ്മൾ എങ്ങനെയാണ് എക്സ്പൾ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 17 ഡീൽസ് വിത്ത് ദി എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, എക്സ്പൾഷൻ ആണ്. ഒരു മെമ്പറെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ദെൻ എ മെമ്പർ ക്യാൻ ബി എക്സ്പെൽഡ് ഇഫ് ഹി ഹാസ് ആക്റ്റഡ് എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ആൻഡ് പ്രൊവിഷൻ ഓഫ് ദി ബൈലോ. അപ്പോൾ കോപ്പറേറ്റ് സൊസൈറ്റിയുടെ ഇൻഡസ്ട്രികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ബൈലോയിലെ പ്രൊവിഷനുകൾക്കോ എതിരായിട്ടോ പ്രവർത്തിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യാം അല്ലെങ്കിൽ പുറത്താക്കാം എന്നുള്ളതാണ്. ഓക്കെ, സൊസൈറ്റി ഇൻഡസ്ട്രിനെതിരായിട്ടോ അല്ലെങ്കിൽ ബൈലോയിലെ പ്രൊവിഷനുകൾക്ക് എതിരായിട്ടോ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ദർ ഈസ് എ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ ഫോർ ദി എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിലെ മെമ്പറെ നമ്മൾ പുറത്താക്കണമെങ്കിൽ അതിനെന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഇത് നോക്ക്,
A resolution for expression has to be passed in the general body for the purpose 2/3 majority of members present and voting. നമ്മളൊരു മെമ്പർ എന്ത് ചെയ്യാണ്, എക്സ്പെൽ ചെയ്യാണ്, അല്ലെ ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കണം? ഒന്നുകിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ബൈലോനെതിരായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഓക്കെ, ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? മെജോറിറ്റി മെമ്പേഴ്സ് പ്രസൻ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഒരു പ്രമേയവും കൂടി പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ഇയാളെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആണ്. ദെൻ ദ പ്രൊപ്പോസൽ ഫോർ എക്സ്പ്രഷൻ മൂവ്ഡ് എയ്തർ ബൈ ആൻ മെമ്പർ ഓർ ബൈ കമ്മിറ്റി. അപ്പോൾ ഒരു മെമ്പറെ നമുക്ക് പുറത്താക്കണമെന്ന് പറയുന്നത് ആർക്കാവാം? ഒരു മെമ്പർക്ക് പറയാം, അല്ലേ? അതുപോലെ എന്താണ്? എ കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ എന്ത് ചെയ്യാം? എക്സ്പ്രഷൻ മൂവ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ്. ദെൻ the committee shall send a registered notice to concerned member for furnished expulsion within 15 days. അപ്പോൾ ഈ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷാൾ സെൻഡ് രജിസ്റ്റേർഡ് നോട്ടീസ് കൺസേൺഡ് മെമ്പർ ഫോർ ഫർണിഷ്ഡ് എക്സ്പ്ലനേഷൻ വിത്തിൻ 15 days. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കണം. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കണം എന്നുള്ളതാണ്. ഇവിടെ എക്സ്പ്രഷൻ ആണ്, അത് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു ആരാണോ കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺ മെമ്പർ, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ അതിന് ശേഷം എന്ന് പറഞ്ഞത് എന്താ നോക്ക്, അവിടെ ആഫ്റ്റർ കൺസിഡറിങ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി അപ്പോൾ ആ മെമ്പറുടെ എക്സ്പ്രഷനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കേട്ട ശേഷം എന്ത് ചെയ്യാണ്? കമ്മിറ്റി ഹാസ് ഡിസൈഡ് ടു കോഴ്സ് ഓഫ് ആക്ഷൻ അഗേൻസ്റ്റ് മെമ്പർ. ആ തീരുമാനങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എന്താണ്? കമ്മിറ്റി തീരുമാനമെടുക്കുന്നുള്ളതാണ്. എന്താണ് തീരുമാനിക്കുക? പുറത്താക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുള്ളതാണ്. ദെൻ സ്പെഷ്യൽ ജനറൽ ബോഡി ഈസ് കൺവീൻഡ് മെമ്പേഴ്സ്. അപ്പോൾ ഈ മെമ്പറെ എക്സ്പ്രസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? വൈൽ സെർവിങ് ദി നോട്ടീസ് ഓഫ് ഐറ്റം എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ഷോൺ ഇൻ ദി അജണ്ട. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ നോട്ടീസും അയക്കണം. ആ നോട്ടീസിലെ പ്രധാന അജണ്ട എന്തായിരിക്കണം? ഇദ്ദേഹത്തെ നമ്മൾ എക്സ്പെൽ ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തായിരിക്കും പ്രധാനമായുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്? എന്താണ്? ഷുഡ് ബി ഷോൺ ഇൻ ദി അജണ്ട, എക്സ്പ്രഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ദി എക്സ്പ്രഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മെമ്പർ. അപ്പോൾ എന്താണ്? ഫോർ ഫീച്ചറായി കഴിഞ്ഞാലും അപ്പോൾ എക്സ്പ്രഷൻ എന്തിൽ ഉൾപ്പെടുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് ഷെയർ എടുത്തിട്ട് അതിന് ബാക്കി എമൗണ്ട് ഒന്നും അടയ്ക്കാതെ കിടക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? എക്സ്പ്രഷനിൽ ഉൾപ്പെടുന്നുള്ളതാണ്. ദെൻ ദ മെമ്പർ ഷാൽ നോട്ട് ബി എലിജിബിൾ റീ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ നമ്മൾ പുറത്താക്കിയ മെമ്പർ എന്ത് ചെയ്യാൻ കഴിയില്ല? വീണ്ടും അദ്ദേഹം എലിജിബിൾ അല്ല. എന്തിനാണ്? നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. വേറെ സൊസൈറ്റി മെമ്പർഷിപ്പ് എടുക്കാം, പക്ഷേ അതേ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മെമ്പർ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർക്ക് എത്ര ഷെയറുകൾ കൈവശം വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 22 ഹെൽഡ് ബൈ എ മെമ്പർ ഷാൽ നോട്ട് എക്സീഡ് 1/5 ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 ഷെയറുകൾ എന്ത് ചെയ്യാൻ കഴിയില്ല? കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദോ ബൈലോ ടു ബി ഫ്രെയിം എ പ്രിസ്ക്രൈബ്ഡ് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ എ മെമ്പർ. അപ്പോൾ ബൈലോയിൽ നമുക്ക് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? ഒരു മെമ്പർക്ക് എത്ര എടുക്കാം അല്ലെങ്കിൽ എത്ര എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇത് ലാസ്റ്റ് ടോപ്പിക്ക്, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് എ മെമ്പർ. അപ്പോൾ ഒരു മെമ്പറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ നമുക്ക് ആർക്ക് കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 25 ഡീൽസ് വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ. അപ്പോൾ ഒരു മെമ്പറുടെ ഡെത്തിന് ശേഷം ഷെയറുകൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ദെൻ the society shall transfer the shares deceased members to a person or nominated person in accordance with the rules or bylaws. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾസ് ആൻഡ് ബൈലോ പ്രകാരം എന്താണ്? ആരാണോ നോമിനേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ
വ്യക്തി അത് നമ്മളിൽ നിന്ന് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി നമുക്ക് നോമിനി ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നോമിനി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇഫ് ദർ ഈസ് നോ സച്ച് നോമിനി ദ എമൗണ്ട് മേ ബി ഗിവൺ ടു ദി ഹയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. അപ്പോൾ ആരാണോ അതിൻ്റെ നിയമപരമായ അവകാശി അതിലെന്ത് ചെയ്യുന്നുണ്ട്? ആ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. ഓക്കെ, താങ്ക് യു.